ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് പഠിച്ചത്? പാഠം 8 മഴ. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്കൂള് തുറന്നു. അപ്പൊ എന്ത് ചെയ്തു? മഴ അല്ലെ? സ്കൂള് തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ എന്ത് ചെയ്തു? മഴ പെയ്യുകയായിരുന്നു. എന്താണ് അതിന് കാരണം? മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനായിരിക്കും എന്താണ് ഇഷ്ടം. സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യുക അല്ലെ? അപ്പൊ അവരാണ് മഴയത്ത് എന്ത് ചെയ്യുന്നത്? കളിയോടം ഉണ്ടാക്കുന്നത്. കളിയോടം എന്ന് പറഞ്ഞാൽ എന്താണ്? കളിവഞ്ചി. കളിയോടം ഉണ്ടാക്കുന്നതും ഒഴുക്ക് വെള്ളം ചവിട്ടി തെറിപ്പിച്ച് പടക്കം പൊട്ടിച്ച് കളിക്കുന്നതും ഒക്കെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നു. പിന്നെ എന്താണ്? മുതിർന്നവർക്ക് എന്താ? മഴ പെയ്താൽ വിഷമം, പെയ്തില്ലെങ്കിൽ വിഷമം, അധികമായാലും കുറഞ്ഞാലും ഒക്കെ വിഷമം, അങ്ങനെയാണ്. അപ്പൊ മഴയ്ക്ക് ഓരോരുത്തരുടെയും സൗകര്യത്തിന് നിൽക്കാൻ പറ്റുമോ? അല്ലെ? മഴയ്ക്ക് മുതിർന്നവർക്ക് മഴ കാണാനൊക്കെ ഇഷ്ടമാണ്. ഓരോ സ്ഥലത്തും പെയ്യുന്ന മഴ, പുഴയിൽ പെയ്യുന്ന മഴ, കാട്ടിൽ പെയ്യുന്ന മഴ, മുറ്റത്ത് പെയ്യുന്ന മഴ എന്നിങ്ങനെ മഴ എന്താണ്? ഓരോ സ്ഥലത്തും അതിന്റെ ഇതിലാണ് പെയ്യുന്നത്. അപ്പൊ അങ്ങനെ പെയ്യുന്ന മഴയ്ക്ക് ഓരോ മഴയ്ക്കും എന്താണ്? ഓരോ സൗന്ദര്യമാണ്, ഓരോ ഭംഗിയാണ്. അപ്പൊ ചാറ്റൽ മഴയ്ക്ക് തൂവാനം എന്ന് പറയും, പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ, പിന്നെ തുള്ളിക്ക് ഒരു കൂടം മഴ എന്നൊക്കെ മുതിർന്നവർ പല രീതിയിൽ എന്താണ് മഴയെ കുറിച്ച് പറയുമെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? ഓരോ മഴയ്ക്കും ഓരോ ശബ്ദവും ഓരോ താളവുമാണെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. മഴയും വെയിലും ഒന്നിച്ചു വന്നാലോ? അതു കാണാനാണ് ഭംഗി. മഴയും വെയിലും. അപ്പോഴേ എല്ലാവരും പറയും, കാട്ടിലെ കുറുക്കന്റെ കല്യാണം. ഏത് കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവും? അപ്പൊ എന്താണ്? മഴയും വെയിലും ഒന്നിച്ചു വന്നാലോ? മഴയും വെയിലും എന്താണ്? ഒന്നിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യും? മഴയും വെയിലും ഒന്നിച്ചു വരുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. മഴയും വെയിലും ഒന്നിച്ചു വരികയാണെങ്കിൽ, ഒരുമിച്ച് വരികയാണെങ്കിൽ അത് കാണാൻ എന്താണ്? നല്ല ഭംഗിയാണ്, നല്ല സൗന്ദര്യമാണ് മഴയും വെയിലും ഒന്നിച്ചു വരുമ്പോൾ. മഴയും വെയിലും. അപ്പോഴേ എല്ലാവരും പറയും. അപ്പോൾ തന്നെ എല്ലാവരും എന്ത് പറയും? കാട്ടിലെ കുറുക്കന്റെ കല്യാണം. കാട്ടിലെ ഏതോ ഒരു കുറുക്കൻ എന്ത് ചെയ്യുകയാണ്? അതിന്റെ കല്യാണമാണ്. അതുകൊണ്ടാണ് മഴയും വെയിലും കൂടെ ഒരുമിച്ച് വരുന്നതെന്ന് മുതിർന്നവരൊക്കെ പറയാറുണ്ട്. കാട്ടിലെ കുറുക്കൻ എന്താണ്? കല്യാണം കഴിക്കുകയാണോ? അതുകൊണ്ടാണോ ഈ മഴയും വെയിലും എന്താണ് ഒരുമിച്ച് വരുന്നത്? ഏത് കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവോ? ഏത് കുറുക്കനാണ് എന്ത് ചെയ്തത്? കല്യാണം കഴിച്ചത് അല്ലെ? ഏത് കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവോ എന്ന് പറയും. അപ്പൊ മഴയും വെയിലും ഒന്നിച്ചു വന്നാലോ? അപ്പൊ ആദ്യം എന്താണ്? മഴ, പല രീതിയിലുള്ള മഴകൾ, ചാറ്റൽ മഴയും വലിയ മഴയും കോരിച്ചൊരിയുന്ന മഴയും പെരുമഴയും ഒക്കെ വരും അല്ലെ? എന്നിട്ട് ഇനി എന്താണ് പറയുന്നത്? മഴയും വെയിലും ഒന്നിച്ചു വരിക അല്ലെ? ഒന്നിച്ച് മഴയും വെയിലും കൂടെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വരുമ്പോ അത് കാണാനാണ് ഭംഗി. അത് കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമാണ്, ഒരു ഭംഗിയാണ്. മഴയും വെയില്. അപ്പോഴേ എല്ലാവരും പറയും, കാട്ടിലെ കുറുക്കന്റെ കല്യാണം. മഴയും വെയിലും ഒന്നിച്ചു വരുമ്പോൾ പറയും എന്താണ്? നല്ല സൗന്ദര്യമാണ്, നല്ല ഭംഗിയാണ് മഴയും വെയിലും കൂടെ. അപ്പൊ എന്ത് പറയും? കാട്ടിലെ ഏതോ ഒരു കുറുക്കൻ എന്ത് ചെയ്തിരിക്കുന്നു? കല്യാണം കഴിച്ചിരിക്കുന്നു. ഏത് കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവും? ആരായിരിക്കും എന്താണ് കല്യാണം കഴിച്ചത്? ഇനി ബാക്കി നമുക്ക് നോക്കാം. മഴയെ പറ്റി എന്തെല്ലാം പഴഞ്ചൊല്ലുകൾ. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോകും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. ഇടവം തൊട്ട് തുലാത്തോളം കുട കൂടാതിറങ്ങാൻ പറ്റൂല. അപ്പൊ മഴയെ പറ്റി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പാഠഭാഗങ്ങൾ പഠിച്ചപ്പോൾ എന്താണ്? ചക്കയെ കുറിച്ചും ഒക്കെ പഴഞ്ചൊല്ലുകൾ പഠിച്ചു. പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ചൊല്ലുകൾ. അപ്പൊ ആ പഴഞ്ചൊല്ലുകൾ എന്താണ്? മഴയെ പറ്റി എന്തെല്ലാം പഴഞ്ചൊല്ലുകൾ? ധാരാളം പഴഞ്ചൊല്ലുകൾ എന്തിനെ കുറിച്ച് പറയാറുണ്ട്? മഴയെ കുറിച്ച് പറയാറുണ്ട്.
ചിങ്ങത്തിലെ, അതായത് ഇനി പറയുന്നത് ഓരോ മാസങ്ങളാണ്, മലയാള മാസങ്ങൾ. ഏതൊക്കെയാണെന്ന് അറിയാമോ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇങ്ങനെ എന്താണ് മലയാള മാസങ്ങളുണ്ട് അല്ലെ. ഇംഗ്ലീഷ് മാസങ്ങളുണ്ട്, ഏതാണ്? ജനുവരി, ഫെബ്രുവരി. അതുപോലെ മലയാള മാസങ്ങളുണ്ട്. അപ്പൊ അതിനെ വെച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പഴഞ്ചൊല്ലുകൾ പറയുന്നത്. ചിങ്ങത്തിലെ മഴ, ചിങ്ങത്തിലാണ് എന്താണ് ഓണം വരുന്നത് അല്ലെ, നമുക്കറിയാം. ആ ചിങ്ങമാസത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി പെയ്യും. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യും. അങ്ങനെ ചിണുങ്ങി ചിണുങ്ങി കൊച്ചു കുട്ടികൾ എന്ത് ചെയ്യുക, നിർബന്ധം പിടിക്കുന്നത് പോലെ തോന്നും നമുക്ക്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ചിങ്ങമാസത്തിൽ പെയ്യുന്ന മഴ ചിണുങ്ങി ചിണുങ്ങി പെയ്യും. മകരമാസത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, മലയാളം മുടിഞ്ഞു പോവും. മലയാളം മുടിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മൊത്തം നശിച്ചു പോയി, ഇല്ലാതാവും, മുടിഞ്ഞു പോകും. ഒരു ധാരാളം മഴ മകരമാസത്തിൽ സമയം തെറ്റിയാണ് മഴ പെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, മലയാളം മുടിഞ്ഞു പോകും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. കുംഭമാസത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ കുപ്പയിൽ പോലും, കാരണം കുംഭമാസം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കൃഷികളൊക്കെ നടാൻ തുടങ്ങും അല്ലെ. അപ്പൊ എല്ലാ കൃഷികളും എന്ത് ചെയ്യും, നട്ടു തുടങ്ങും. അപ്പോ വിത്തുകളൊക്കെ നടുന്ന സമയമാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ കുപ്പയിലും, കുപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റ്, അതായത് എന്തിനാണോ നമ്മൾ കൊണ്ടുപോയി പെട്ടെന്ന് ചെയ്യുന്നത് അതുവരെ എന്ത് ചെയ്യും, മാണിക്യം. മാണിക്യം എന്ന് പറയുന്നത് നവരത്നങ്ങളിൽ ഒന്നാണ്. ഇവിടെ എന്താണ്, കൃഷി നല്ല ഫലവത്തായി കിട്ടുമെന്ന് അർത്ഥം പറയാൻ വേണ്ടി മാത്രമാണ് ഈ പഴഞ്ചൊല്ല് പറഞ്ഞിരിക്കുന്നത്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. ഇടവം തൊട്ട് തുലാത്തോളം, ഇടവമാസം മുതൽ തുലാമാസം വരെ കുട കൂടാതിറങ്ങാൻ പറ്റൂല. കുട കൂടാതെ, കുടയില്ലാതെ ഇറങ്ങാൻ പറ്റില്ല. അപ്പം മഴയെ പറ്റി ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. അതെന്താണ്, മാസങ്ങളുമായി, മലയാള മാസങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പഴഞ്ചൊല്ലുകളാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ചിങ്ങമാസത്തിലെ മഴ എന്ത് ചെയ്യുന്നു, ചിണുങ്ങി ചിണുങ്ങി പെയ്യുന്നു. മകരമാസത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, മലയാളം മുടിഞ്ഞു പോകും, മൊത്തം നശിച്ചു പോകും, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. കുംഭമാസത്തിലാണ് മഴ പെയ്യുന്നതെങ്കിൽ കുപ്പയിലും മാണിക്യം. കുപ്പയിൽ പോലും എന്ത് ചെയ്യുക, ചവറിൽ പോലും എന്ത് ചെയ്യും, മാണിക്യം, അതായത് നല്ല കൃഷി ഫലം ചെയ്യുമെന്നർത്ഥം. ഇടവം തൊട്ട്, ഇടവമാസം മുതൽ തുലാമാസത്തോളം കുട കൂടാതിറങ്ങാൻ പറ്റൂല. കുടയില്ലാതെ വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റില്ല. അത്രത്തോളം എന്തായിരിക്കും, മഴയായിരിക്കും. അപ്പോ മഴയും വെയിലും ഒന്നിച്ചു വന്നാലോ അതു കാണാനാണ് ഭംഗി. മഴയും വെയിലും അപ്പോഴേ എല്ലാവരും പറയും, കാട്ടിലെ കുറുക്കന്റെ കല്യാണം. ഏതു കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവോ? മഴയെ പറ്റി എന്തെല്ലാം പഴഞ്ചൊല്ലുകൾ. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞു പോവും. പോ മീൻസ് പോകും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്യം. ഇടവം തൊട്ട് തുലാത്തോളം കുട കൂടാതിറങ്ങാൻ പറ്റൂല. കുടയില്ലാതെ ഇറങ്ങാൻ പറ്റില്ല, കഴിയില്ല. ഇങ്ങനെ ഓരോ മാസത്തിലും പെയ്യേണ്ട മഴയ്ക്ക് കണക്കുണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മാസത്തിലും പെയ്യേണ്ട മഴയ്ക്ക് എന്തുണ്ട്, കണക്കുണ്ട്. അതേപോലെ തന്നെ ഗുണവും ദോഷവും ഉണ്ട്. ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഓരോ മാസത്തിലും കൃത്യമായിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ എന്താണ്, നല്ല പ്രകൃതിക്ക് നല്ലതാണ് അല്ലെ. കൃഷിക്കായാലും ആണെങ്കിലും എല്ലാത്തിനും എന്താണ്, നന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ മാസത്തിലും പെയ്യേണ്ട മഴയ്ക്ക് എന്തുണ്ട്, കണക്കുണ്ട് അല്ലെ. ഇത്ര മഴ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്രത്തോളമേ പെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ഗുണവും ദോഷവും ഉണ്ട്. അതിന് ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. അന്തിക്ക് വന്ന മഴ അന്ന് പോവില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ഇതൊക്കെയാണ് മഴയുടെ ലക്ഷണങ്ങൾ. തിരുവാതിരയിൽ തിരിമുറിയാതെ, കാർത്തികയിൽ കാക്കക്കാല് നനയണം. അപ്പോ അന്തിക്ക് വന്ന മഴ അന്ന് പോവില്ല. അന്തി അർത്ഥം സന്ധ്യ. അന്തി
അന്തി സന്ധ്യ. അന്തിക്ക് വന്ന മഴ അന്ന് പോവില്ല. സന്ധ്യക്ക് വരുന്ന മഴയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പോകില്ല. ചെമ്മാനം കണ്ടാൽ, ചെമ്മാനം ചുവന്ന മാനം, നല്ല റെഡ് കളറിലുള്ള മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ആ മാനത്ത് എന്തില്ല? മഴ കാണുകയില്ല. ചെമ്മാനം കണ്ടാൽ എന്താണ്? അമ്മാനം മഴയില്ല. ഇതൊക്കെയാണ് എന്താണ്? മഴയുടെ ലക്ഷണങ്ങൾ. അന്തിക്ക് വന്ന മഴ എന്ത് ചെയ്യില്ല? അന്ന് പോവില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം എന്തില്ല? മഴയില്ല. ഇതൊക്കെയാണ് മഴയുടെ ലക്ഷണങ്ങൾ. തിരുവാതിരയിൽ തിരിമുറിയാതെ. ഇവിടെ നമ്മൾ പറയുന്ന തിരുവാതിര, ഓരോ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ, അത്തം, ചിത്തിര, ചോതി, വിശാഖം എന്നൊക്കെ പറയുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ. ഇനി അതിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. തിരുവാതിരയാണെങ്കിൽ, തിരുവാതിര നക്ഷത്രത്തിൽ പെയ്യുന്ന മഴയാണെങ്കിൽ തിരിമുറിയാതെ ഒരു കുറച്ചു പോലും നിർത്താതെ എന്ത് ചെയ്യും? ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത കാർത്തികയാണ് വരുന്നതെങ്കിൽ കാക്കക്കാല് നനയണം. കാക്ക എന്ന് പറയുന്ന ചെറിയ പക്ഷിയാണ് അല്ലെ. ആ പക്ഷി ചെറിയ രീതിയിലുള്ള മഴയായിരിക്കും എന്ന് സംഭവിക്കുന്നത് തിരുവാതിരയാണെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പൊ തിരുവാതിരയിൽ കാക്കക്കാല് നനയണം. അപ്പൊ ഓരോ മഴയ്ക്കും ഓരോ പ്രത്യേകതകളും ഓരോ ലക്ഷണങ്ങളും ഉണ്ട്. ഏതിന്? മഴയ്ക്ക്. അന്തിക്ക് വന്ന മഴ എന്ത് ചെയ്യില്ല? അന്ന് പോവില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ഇതൊക്കെയാണ് മഴയുടെ ലക്ഷണങ്ങൾ. തിരുവാതിരയിൽ തിരിമുറിയാതെ കാർത്തികയിൽ കാക്കക്കാല് നനയണം. അങ്ങനെ ഓരോ മാസത്തിലെയും ഓരോ നക്ഷത്രത്തിലും അതിലെ ഓരോ ദിവസങ്ങളിലും പെയ്യുന്ന മഴയ്ക്ക് എന്തുണ്ട്? ഓരോ പ്രത്യേകതകളുണ്ട്. ഇനി ഓരോ മഴയും നൽകുന്ന അനുഭവം പണ്ടുള്ളവർ അറിഞ്ഞു വെച്ചു. അപ്പൊ ഓരോ സമയത്തും പെയ്യുന്ന മഴയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ആരറിഞ്ഞു വെച്ചു? പണ്ടുള്ളവർ, നമ്മുടെ പൂർവികർ അല്ലെ, മുതിർന്ന ആളുകൾ എന്ത് ചെയ്തു? അറിഞ്ഞു വെച്ചു. ഇന്ന സമയത്ത് പെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അടുത്ത മാസമാണെങ്കിൽ ഇത് സംഭവിക്കും എന്നൊക്കെ എന്ത് ചെയ്തു? അവർ അറിഞ്ഞു വെച്ചു. ഇന്ന് പ്രകൃതി മാറി, അല്ല നമ്മൾ മാറ്റി. മഴ കാലം തെറ്റി പെയ്യുന്നു, അളവും കണക്കും ലക്ഷണവും നോക്കാതെ. അപ്പൊ എന്ത് ചെയ്തു? ഇന്ന് പ്രകൃതി മാറിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ പണ്ടത്തെ കൃഷിയിടങ്ങൾ ഇല്ല അല്ലെ. കൃഷിയിടങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അതെല്ലാം മൂടി വലിയ കെട്ടിടങ്ങൾ അല്ലെ. മണ്ണുകൾ ഇടിച്ചു നിരത്തി എന്ത് ചെയ്തു? അവിടെ എല്ലാം കെട്ടിടങ്ങൾ, നമ്മള് ഫ്ലാറ്റുകളും അല്ലെ ഒക്കെ കെട്ടി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഇന്ന് പ്രകൃതി ആകെ മാറി, പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചു. ധാരാളം ചപ്പുചവറുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലായിടത്തും നിക്ഷേപിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്തു? പ്രകൃതിയെ മാറ്റിമറിച്ചു. പ്രകൃതി മാറി, അല്ല അത് തെറ്റാണ്. എന്താണ്? അല്ല, നമ്മൾ മാറ്റി. നമ്മൾ ഓരോരുത്തരും അവരെന്ത് ചെയ്തു? നമ്മൾ മാറ്റിമറിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എന്ത് ചെയ്തു? മാറ്റം സംഭവിച്ചു. മഴ കാലം തെറ്റി പെയ്യുന്നു. അതോടുകൂടി എന്ത് ചെയ്തു? ആ മഴ കാലം തെറ്റി പെയ്യാൻ തുടങ്ങി, മാറി പെയ്യാൻ തുടങ്ങി. അളവും കണക്കും ലക്ഷണവും നോക്കാതെ. അളവില്ല, അതിന് കണക്കില്ല, ലക്ഷണവും ആ പണ്ടുള്ള ആളുകൾ പറഞ്ഞു വന്ന ലക്ഷണങ്ങൾ ഒന്നും നോക്കാതെ എന്ത് ചെയ്തു? മഴ പെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഴ കാണാൻ എന്തു രസം! മഴയിൽ നനയാൻ അതിലേറെ രസം. മഴവില്ല് കണ്ടാൽ അതിലും രസം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മഴ കാണാൻ എന്ത് രസമാണ് അല്ലെ. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഴ കാണാൻ നല്ല രസമാണ്. മഴയിൽ നനയാൻ അതിലേറെ രസം. മഴയിൽ എന്താണ്? നനയാൻ അതിലേറെ രസം. മഴവില്ല്, ആകാശത്ത് നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? ആ മഴവില്ല് കണ്ടാൽ അതിലും രസമാണ്, അതിലേറെ എന്താണ്? രസമാണ്. അപ്പോ ഇങ്ങനെ ഓരോ മാസത്തിലും പെയ്യേണ്ട മഴയ്ക്ക് എന്തുണ്ട്? കണക്കുണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അന്തിക്ക് വന്ന മഴ അന്നു പോവില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ഇതൊക്കെയാണ് മഴയുടെ ലക്ഷണങ്ങൾ. തിരുവാതിരയിൽ തിരിമുറിയാതെ കാർത്തികയിൽ കാക്കക്കാലു നനയണം. ഓരോ മഴയും നൽകുന്ന അനുഭവം പണ്ടുള്ളവർ അറിഞ്ഞു വെച്ചു. ഇന്ന് പ്രകൃതി മാറി, അല്ല
നമ്മൾ മാറ്റി. മഴ കാലം തെറ്റി പെയ്യുന്നു, അളവും കണക്കും ലക്ഷണവും നോക്കാതെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും മഴ കാണാൻ എന്തു രസം, മഴയിൽ നനയാൻ അതിലേറെ രസം. മഴവില്ല് കണ്ടാൽ എന്താണ്, അതിലും രസം. ഇങ്ങോട്ട് നോക്കാം, നമുക്ക് ഇന്ന് പഠിച്ച പാഠഭാഗം. മഴയും വെയിലും ഒന്നിച്ചു വന്നാലോ, അതു കാണാനാണ് ഭംഗി. മഴയും വെയിലും അപ്പോഴേ എല്ലാവരും പറയും, കാട്ടിലെ കുറുക്കന്റെ കല്യാണം. ഏതു കുറുക്കനാണ് കല്യാണം കഴിച്ചത് ആവും. മഴയെ പറ്റി എന്തെല്ലാം പഴഞ്ചൊല്ലുകൾ. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞുപോ, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്യം, ഇടവം തൊട്ട് തുലാത്തോളം കൂട കൂടാതിറങ്ങാൻ പറ്റൂല. ഇങ്ങനെ ഓരോ മാസത്തിലും പെയ്യേണ്ട മഴയ്ക്ക് കണക്കുണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അന്തിക്ക് വന്ന മഴ അന്ന് പോവില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ഇതൊക്കെയാണ് മഴയുടെ ലക്ഷണങ്ങൾ. തിരുവാതിരയിൽ തിരിമുറിയാതെ, കാർത്തികയിൽ കാക്കക്കാലു നനയണം. ഓരോ മഴയും നൽകുന്ന അനുഭവം പണ്ടുള്ളവർ അറിഞ്ഞു വെച്ചു. ഇന്ന് പ്രകൃതി മാറി, അല്ല നമ്മൾ മാറ്റി. മഴ കാലം തെറ്റി പെയ്യുന്നു, അളവും കണക്കും ലക്ഷണവും നോക്കാതെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മഴ കാണാൻ എന്തു രസം, മഴയിൽ നനയാൻ അതിലേറെ രസം. മഴവില്ല് കണ്ടാൽ അതിലും രസം. ഇങ്ങനെ മഴ കാണാൻ എന്താണ്, നല്ല രസമാണ്. മഴയത്ത് നനയാനും എന്താണ്, നല്ല രസമാണ്. ഇതൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യരുത്, ആ മഴയത്തൊന്നും ഇറങ്ങി കളിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിച്ച പാഠഭാഗത്തിലുള്ള പുതിയ പദങ്ങൾ ഒന്ന് നോക്കാം. പുതിയ പദങ്ങൾ. കളിയോടം. എന്തായിരുന്നു ടീച്ചർ കളിയോടം അർത്ഥം പറഞ്ഞു തന്നത്? ആ കളിവഞ്ചി. അടുത്ത തൂവാനം. എന്തായിരുന്നു തൂവാനം? ആ ചാറ്റൽ മഴ. മാണിക്യം, തിരുവാതിര, കാർത്തിക, മഴവില്ല്, കല്യാണം. കളിയോടം, തൂവാനം, മാണിക്യം, തിരുവാതിര, കാർത്തിക, മഴവില്ല്, കല്യാണം. ഈ ന്യൂ വേർഡ്സ് തരുന്നതെല്ലാം എന്ത് ചെയ്യണം? 5 ടൈംസ് നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇനി അർത്ഥം. അന്തി. എന്താ അർത്ഥം? സന്ധ്യ. അന്തി എന്താണ് അർത്ഥം? സന്ധ്യ. കളിയോടം, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? കളിവഞ്ചി. സഞ്ചാരം, യാത്ര. ഇത് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ അന്തി എന്താണ് അർത്ഥം? സന്ധ്യ. കളിയോടം, കളിവഞ്ചി. സഞ്ചാരം, യാത്ര. എന്ന് പറഞ്ഞേ. അന്തി, സന്ധ്യ, കളിയോടം, കളിവഞ്ചി, സഞ്ചാരം, യാത്ര. അടുത്ത പര്യായ പദം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മഴ, വർഷം, മാരി. മഴ, വർഷം, മാരി. കാട്, വനം, കാനനം. വെള്ളം, ജലം, സലിലം. നോക്കിയോ. മഴ, വർഷം, മാരി, കാട്, വനം, കാനനം. വെള്ളം, ജലം, സലിലം. അടുത്ത വിപരീത പദം. സൗകര്യം, അസൗകര്യം. സൗകര്യം, അസൗകര്യം. ഗുണം, ദോഷം. അധികം, അല്പം. അധികം കൂടുതൽ, അല്പം കുറച്ച്. സൗകര്യം, അസൗകര്യം, ഗുണം, ദോഷം, അധികം, അല്പം. ഇനി പിരിച്ചെഴുതുക. ചിണുങ്ങി ചിണുങ്ങി. എങ്ങനെ എഴുതും? ചിണുങ്ങി, അധികം, ചിണുങ്ങി. അധികമായാലും
അധികം അധികം ആയാലും. ചിണുങ്ങി ചിണുങ്ങി എങ്ങനെ പിരിച്ചെഴുതും? ചിണുങ്ങി അധികം ചിണുങ്ങി അധികമായാലും അധികം അധികം ആയാലും. ചേർത്ത് എഴുതുക. താളം അധികം ആണ്. എങ്ങനെ എഴുതും? താളമാണ് അല്ലെ? ഇവിടെ ചേർത്ത് എഴുതുന്നു. താളം അധികമാണ് താളമാണ്. തിരു അധികം ആതിര തിരുവാതിര അല്ലെ? തിരു അധികം ആതിര തിരുവാതിര. താളം അധികമാണ് താളമാണ്. തിരു അധികം ആതിര തിരുവാതിര. ഇനി ഒറ്റപ്പദം. പഴയ ചൊല്ല്. എന്താണ്? പഴഞ്ചൊല്ല്. കാക്കയുടെ കാല് കാക്കക്കാല്. ഒറ്റപ്പദം. പഴയ ചൊല്ല് പഴഞ്ചൊല്ല്. കാക്കയുടെ കാല് കാക്കക്കാല്. അടുത്ത ഉത്തരം എഴുതുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നു പറയാൻ കാരണം എന്ത്? എന്താണ് കാരണം? മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മഴയെ പറ്റി മുതിർന്നവർ പറയുന്നത് എന്തെല്ലാം? എന്തൊക്കെയാണ്? ചാറ്റൽ മഴ, പെരുമഴ, വിരൽ വച്ചാൽ മുറിയുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ തുടങ്ങിയവയാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുന്നത്. ചാറ്റൽ മഴ, പെരുമഴ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ തുടങ്ങിയവയാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്തുള്ളത് മഴയുമായി ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്കും. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്കും. ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരികയാണ്. മലയാള മാസങ്ങളുടെ പേരുകൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കിലോ നോട്ട്ബുക്കിലോ എഴുതണം. നോട്ട്സ് ടീച്ചർ അയച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് എന്ത് ചെയ്യണം? നോട്ട്സ് എഴുതി തീർക്കണം. ഈ പാഠഭാഗം പഠിച്ച് തീരുന്നതിനകത്ത് എന്ത് ചെയ്യണം? നോട്ട്സ് എഴുതണം. അസൈൻമെന്റ് എഴുതണം. എന്താണ്? മലയാള മാസങ്ങളുടെ പേരെഴുതുക. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.